നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. പുള്ളിമൂട്ടിൽ സിൽക്സ് ഉടമ ഔസേബ് ജോൺ പുള്ളിമൂട്ടിൽ വിട പറഞ്ഞു. 1 മാസത്തോളമായി തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഇടുക്കി സിറ്റിംഗ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. ചെയർമാൻ അഡ്വക്കേറ്റ് A. റഷീദ് ഹർജികൾ പരിഗണിച്ചു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് ചെറുതോണിയിൽ സ്വീകരണം നൽകി. CSDSന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംസ്ഥാന നേതൃസംഗമം നടത്തി. CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര സമരജാഥയ്ക്ക് ഉജ്ജ്വല സ്വീകരണം നൽകുവാൻ കട്ടപ്പനയിൽ ചേർന്ന UDF മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി യോഗം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. പുള്ളിമൂട്ടിൽ സിൽക്സ് ഉടമ ഔസേബ് ജോൺ പുള്ളിമൂട്ടിൽ വിട പറഞ്ഞു. 1 മാസത്തോളമായി തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 88 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. 100 വർഷം പിന്നിടുന്ന പുള്ളിമൂട്ടിൽ സിൽക്സിന്റെ അമരക്കാരൻ വിട പറഞ്ഞു. പുള്ളിമൂട്ടിൽ സിൽക്സ് ഉടമ ഔസേബ് ജോൺ 88ാം വയസ്സിൽ വിട പറയുമ്പോൾ അത് വീട്ടുകാർക്കൊപ്പം ഒരു നാടിനും വലിയ നഷ്ടമാണ്. തൊടുപുഴയുടെ ഏത് രംഗത്തും എല്ലാവരും സ്നേഹത്തോടെ ജോണേട്ടൻ എന്ന് വിളിക്കുന്ന ഔസേബ് ജോണിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. സ്ഥാപനത്തിൽ എത്തുന്നവരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയും അവരുമായി അടുത്ത ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്ന ശൈലിയായിരുന്നു ജോൺ ചേട്ടൻ്റേത്. പുള്ളിമൂട്ടിൽ സിൽക്സിന്റെ ചരിത്രം പാരമ്പര്യത്തിന്റെയും വൈവിധ്യവൽക്കരണത്തിന്റെയും പുതുമയുടെയും ഒരു നീണ്ട ഇതിഹാസമാണ്. യാത്രയുടെ തുടക്കം 1924 ശ്രീ ചാക്കോ ഔസേബ് തൊടുപുഴ മാർക്കറ്റ് റോഡിൽ വസ്ത്രങ്ങളും പലചരക്ക് സാധനങ്ങളും സുഗന്ധവ്യഞ്ജനങ്ങളും വാഗ്ദാനം ചെയ്ത് പുള്ളിമൂട്ടിൽ സിൽക്ക് ഹൗസ് എന്നറിയപ്പെട്ടിരുന്ന പുള്ളിമൂട്ടിൽ സിൽക്സ് സ്ഥാപിച്ചു. 1955 ശ്രീ ചാക്കോ ഔസേബിന്റെ മക്കൾ ശ്രീ ഔസേബ് ചാക്കോയും ശ്രീ ഔസേബ് ജോണും തൊടുപുഴയുടെ ഹൃദയഭാഗത്ത് അപ്പാരൽസിനായി ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം സ്ഥാപിച്ചുകൊണ്ട് ഗ്രൂപ്പിനെ ഒരു പടി മുന്നോട്ട് കൊണ്ടുപോയി. തുടർന്ന് ഈ സ്ഥലം പുള്ളിമൂട്ടിൽ ജംഗ്ഷൻ എന്നറിയപ്പെടാൻ തുടങ്ങി. പുള്ളിമൂട്ടിൽ സിൽക്സിന്റെ മഹത്തായ ഒരു കഥയുടെ തുടക്കം മാത്രമായിരുന്നു ഇത്. ഔസേബ് ജോൺ പുള്ളിമൂട്ടിൽ എന്ന നന്മ നിറഞ്ഞ വ്യാപാരി തന്റെ ഹൃദയം കൊണ്ട് പടുത്തുയർത്തിയ തൊടുപുഴയിലെ പുള്ളിമൂട്ടിൽ സിൽക്സ് അദ്ദേഹത്തിന്റെ ദാർശനിക സാന്നിധ്യത്തിൽ അതിന്റെ പൈതൃക മൂല്യം സമ്പുഷ്ടമാക്കിക്കൊണ്ട് ദ്രുതവേഗത്തിൽ മാറുന്ന കാലത്തിനൊപ്പമോ ഒരൽപ്പം മുന്നിലോ ആയി വളർന്ന് പന്തലിച്ചു. ഒരു തവണ സ്ഥാപനം സന്ദർശിക്കുന്നവരെ തങ്ങളുടെ വക്താക്കളാക്കി പരിവർത്തനപ്പെടുത്തുന്ന ഒരു ജൈവ സംവിധാനം സൃഷ്ടിച്ചെടുക്കാൻ ഔസേബ് ജോൺ പുള്ളിമൂട്ടിലിന്റെ കാന്തദർശിത നേതൃത്വത്തിന് അനായാസം സാധിച്ചിട്ടുണ്ട്. ഒരു ഉത്തമ കുടുംബനാഥന് മാത്രമേ മികച്ച ബിസിനസ്സുകാരനാകാൻ സാധിക്കൂ എന്ന കുടുംബത്തിന്റെ കെട്ടുറപ്പും കൂട്ടായ്മയും സ്നേഹത്തിന്റെ ഊടും പാവും ഇഴയെടുപ്പത്തോട് നെയ്തെടുത്തുകൊണ്ടും തന്റെ കരുത്തും അടിത്തറയുമായി ജീവിതാദർശങ്ങൾ അതിന്റെ സർവ്വവിധ ഗരിമയോടും പിന്മുറക്കാർക്ക് പകർന്നു കൊടുത്തും ഔസേബ് ജോൺ പുള്ളിമൂട്ടിൽ മാതൃകയാണ്. ആത്മീയ മേഖലയിലും സന്നദ്ധ സേവന മേഖലയിലും സാംസ്കാരിക മേഖലയിലും തനത് അടയാളങ്ങൾ അവകാശവാദങ്ങൾ ഏതുമില്ലാതെ ശേഷിച്ചു മുന്നേറിയ ഔസേബ് ജോൺ പുള്ളിമൂട്ടിൽ നിർമ്മിച്ചെടുത്ത ബിസിനസ് മാതൃകയും വ്യക്തിജീവിതവും വരും തലമുറയ്ക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച പാഠപുസ്തകമാണ്. ജോണേട്ടന് പ്രണാമം. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഇടുക്കി സിറ്റിംഗ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. ചെയർമാൻ അഡ്വക്കേറ്റ് A. റഷീദ് ഹർജികൾ പരിഗണിച്ച് ജില്ലയിലെ വന്യമൃഗ ആക്രമണങ്ങളിലും മുള്ളരിങ്ങാട് അമേൽത്തൊട്ടിയിൽ കാട്ടാനകളുടെ ആക്രമണത്തിൽ യുവാവ് മരണപ്പെട്ട സംഭവത്തിലും സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയായി എടുത്ത കേസിൽ വനം വകുപ്പ് അധികൃതർ റിപ്പോർട്ട് സമർപ്പിക്കാത്തതിൽ കമ്മീഷൻ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഇടുക്കി സിറ്റിംഗ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. ചെയർമാൻ അഡ്വക്കേറ്റ് A. റഷീദ് ഹർജികൾ പരിഗണിച്ചു. പ്രധാനമായിട്ട് 3 കേസുകളിൽ ഉത്തരവ് നൽകിയിട്ടുണ്ട്. 2 ന്യൂനപക്ഷ ക്ഷേമ ഡയറക്ടറേറ്റിൻ്റെ കീഴിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഇൻബിജ് ബാബ പദ്ധതിയിൽപ്പെടുത്തിക്കൊണ്ട് കിട്ടുന്ന ലോണിനെ സംബന്ധിച്ചാണ്, വീട് വയ്ക്കാനുള്ള ലോണിനെ സംബന്ധിച്ചാണ്. അതിൽ 2 പരാതി കമ്മീഷൻ ഫയൽ സ്വീകരിക്കുകയും മൈനോറിറ്റി ഡയറക്ടറേറ്റിനോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിരുന്നു. ആ റിപ്പോർട്ടിൽ ഈ ആനുകൂല്യം ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള
മാർക്ക് അവർക്ക് ലഭിച്ചിട്ടില്ല. വ്യത്യസ്ത മാനദണ്ഡങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഇതിൻ്റെ ഗുണഭോക്താക്കളെ നിശ്ചയിക്കുന്നത്. അതുപ്രകാരം ആ നിശ്ചിത മാനദണ്ഡത്തിൽ പെടുന്ന ആളുകളല്ല എന്ന കാരണത്താൽ 2 അപേക്ഷയും നിരസിക്കാനുണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട നടപടിക്രമം കമ്മീഷൻ സ്വമേധയാ എടുത്തൊരു കേസാണ്. ഈ വനമേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിന് വിധേയമായി മരിക്കുന്ന സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കമ്മീഷൻ സ്വമേധയാ ഒരു കേസെടുക്കുകയും പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററോടും ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസർ ഇടുക്കിയോടും കളക്ടറോടും ജില്ലാ പോലീസ് മേധാവിയോടും റിപ്പോർട്ട് തേടുക, റിപ്പോർട്ടായി ഇന്ന് കമ്മീഷന് മുമ്പ് ഹാജരാകാനും പറഞ്ഞതാണ്. ഫോറസ്റ്റിൻ്റെ 2 ഉദ്യോഗസ്ഥന്മാരും ഇക്കാര്യത്തിൽ കമ്മീഷന് സിറ്റിങ്ങിൽ പങ്കെടുക്കാതിരിക്കാനുള്ള കാരണം ബോധിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അത് ചീഫ് സെക്രട്ടറി മുഖാന്തരം നടപടി നടത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ജില്ലയിലെ വന്യമൃഗ ആക്രമണങ്ങളിലും മുള്ളരിങ്ങാട് അമയൽ തൊട്ടിയിൽ കാട്ടാനകളുടെ ആക്രമണത്തിൽ യുവാവ് മരണപ്പെട്ട സംഭവത്തിലും സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ എടുത്ത കേസിൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ, ഡിവിഷണൽ ഫോറസ്റ്റ് കൺസർവേറ്റർ, ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവരോട് റിപ്പോർട്ട് തേടിയിരുന്നു. ജില്ലാ കളക്ടർ, ജില്ലാ പോലീസ് മേധാവി എന്നിവർ റിപ്പോർട്ടുകൾ സമർപ്പിച്ചെങ്കിലും വനം വകുപ്പ് അധികൃതർ റിപ്പോർട്ട് സമർപ്പിക്കുകയോ സിറ്റിംഗിൽ ഹാജരാവുകയോ ഹാജരാവാത്തതിന് കാരണം വ്യക്തമാക്കുകയോ ഉണ്ടായില്ല. ഇതിൽ കമ്മീഷൻ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. തിരുവനന്തപുരത്ത് കമ്മീഷൻ ആസ്ഥാനത്ത് നടക്കുന്ന സിറ്റിംഗിൽ വനം വകുപ്പ് അധികൃതർ നേരിൽ ഹാജരായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് വനം വകുപ്പ് സെക്രട്ടറിക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായ സമിതി നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് ചെറുതോണിയിൽ സ്വീകരണം നൽകി. സ്വീകരണ പരിപാടികൾക്ക് വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ നേതൃത്വം നൽകി. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി നയിക്കുന്ന ജനുവരി 13 കാസർഗോഡ് നിന്ന് ES ബിജു ജാഥ ക്യാപ്റ്റനായുള്ള വ്യാപാര സംരക്ഷണ ജാഥയ്ക്കാണ് ചെറുതോണിയിൽ സ്വീകരണം നൽകിയത്. സ്വീകരണ പരിപാടികൾക്ക് വ്യാപാര വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി സാജൻ കുന്നേൽ നേതൃത്വം നൽകി. ചെറുതോണി ഫെഡറൽ ബാങ്ക് പരിസരത്ത് നിന്ന് ആരംഭിച്ച പൊതുപ്രകടനം ടൗൺ ചുറ്റി സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സ്വീകരണ യോഗത്തിൽ ജോസ് വർഗീസ് അധ്യക്ഷത വഹിച്ചു. ജാഥ ക്യാപ്റ്റൻ ES ബിജു സ്വീകരണ യോഗത്തിന് നന്ദി അർപ്പിച്ച് സംസാരിച്ചു. 22ാമത്തെ കേന്ദ്രമായിട്ടുള്ള ചെറുതോണിയിൽ എത്തിച്ചേരുന്നവരെ അത്യഭൂതപൂർവമായിട്ടുള്ള സ്വീകരണങ്ങളും സമ്മേളനങ്ങളുമാണ് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. മുമ്പ് പല സന്ദർഭങ്ങളിലും വ്യാപാര സംഘടനകളുടെ നേതൃത്വത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സമരപരിപാടികളും സന്ദേശയാത്രകളും എല്ലാം സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും വിഭിന്നവും വ്യത്യസ്തവുമായിട്ടുള്ള ഒരു ജാഥയുടെ പര്യടനവും സ്വീകരണ സമ്മേളനങ്ങളുമാണ് നമ്മുടെ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നാളിതുവരെ നടന്നിട്ടുള്ളത്. ആ സ്വീകരണ സമ്മേളനങ്ങളിൽ നിന്നെല്ലാം കിട്ടിയിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് ഞങ്ങളുടെയെല്ലാം ഉത്തരവാദിത്വം കൂടുതൽ വർദ്ധിച്ചിരിക്കുന്നുവെന്നും വ്യാപാരി വ്യവസായ സമിതിയുടെ സ്വീകാര്യത സംസ്ഥാനത്ത് മെച്ചപ്പെട്ടിരിക്കുന്നുവെന്നുമുള്ള തിരിച്ചറിവാണ് ഞങ്ങൾക്കുള്ളത്. തുടർന്ന് ജാഥ അംഗങ്ങൾക്ക് സ്വീകരണം നൽകി. ആശംസ അറിയിച്ച് റോജി പോൾ BPS, ഇബ്രാഹിം കുട്ടി, ബിജു മട്ടക്കൽ, A തങ്ങൾകുട്ടി, ലെനിൻ ഇപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഡോക്ടർ ബിൽജ ബിജുവിനെ മൊമെന്റോ നൽകി ആദരിച്ചു. നിരവധി വ്യാപാരി വ്യവസായ സമിതി അംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. CSDSന്റെ നേതൃത്വത്തിൽ ഡോക്ടർ BR അംബേദ്കർ ജന്മദിനാഘോഷം ഏപ്രിൽ 12 മുതൽ 14 വരെ കോട്ടയത്ത് വിപുലമായി ആഘോഷിക്കുമെന്ന് കട്ടപ്പനയിൽ ചേർന്ന സംസ്ഥാന നേതൃസംഗമത്തിൽ ഭാരവാഹികൾ അറിയിച്ചു. കട്ടപ്പന ഏതൻ ഓഡിറ്റോറിയത്തിൽ നടന്ന നേതൃസംഗമം CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ K തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. ചേരമസാംബവ ഡെവലപ്മെന്റ് സൊസൈറ്റി നേതൃത്വത്തിൽ ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കറുടെ 134ാം ജന്മദിനം ഏപ്രിൽ 12 മുതൽ 14 വരെ കോട്ടയത്ത് വിപുലമായി ആഘോഷിക്കുവാൻ കട്ടപ്പനയിൽ ചേർന്ന സംസ്ഥാന നേതൃസംഗമം തീരുമാനിച്ചു. ഏപ്രിൽ 14 10,000-കണക്കിന് CSDS പ്രവർത്തകർ അണിനിരക്കുന്ന ജന്മദിന ഘോഷയാത്രയും നടത്തും. സംസ്ഥാന ട്രഷറർ പ്രവീൺ ജെയിംസ് ചെയർമാനായി 501 അംഗ സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ചു. കട്ടപ്പന ഏതൻ ഓഡിറ്റോറിയത്തിൽ നടന്ന നേതൃസംഗമത്തിന്റെ ഉദ്ഘാടനം CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് നിർവഹിച്ചു. സംസ്ഥാനത്തെ നേതാക്കളുടെ ഒരു സംഗമമാണ് നേതൃസമ്മേളനമായി സംഘടിപ്പിച്ചിട്ടുള്ളത്. വിവിധ ജില്ലകളിൽ നിന്നും നേതാക്കന്മാരെ
പ്രത്യേകിച്ച് സ്ത്രീകളടക്കമുള്ള ആളുകളെ ഞാൻ പ്രത്യേകമായി സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയംഗമായി അഭിവാദ്യം ചെയ്യുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിന് പുറത്തേക്ക് ഈ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ നിർണായകമായി പങ്കുവഹിച്ച നിങ്ങൾ ഓരോരുത്തരും ഈ പ്രസ്ഥാനത്തും അതിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയിലും ഞങ്ങൾക്കേറെ അഭിമാനകരമാണ്. ഇനിയും നമ്മുടെ പ്രസ്ഥാനത്തെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. ഈ പ്രസ്ഥാനം രൂപീകരിക്കുന്ന സമയത്ത് നമ്മൾ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ സാമ്പത്തിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യപരമായും ജാതിയുടെ പേരിലും നിറത്തിൻ്റെ പേരിലും അടിച്ചമർത്തപ്പെട്ട ഒരു സമൂഹത്തെ മുഖ്യധാരയിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. CSDSന്റെ സംഘടിത ശക്തി വിളിച്ചോതുന്ന ജന്മദിന ഘോഷയാത്ര ബാബാ സാഹിബ് ഡോക്ടർ BR അംബേദ്കറെയും ഇന്ത്യൻ ഭരണഘടനയെയും അവഹേളിച്ചവർക്കുള്ള മറുപടിയാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. യോഗത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ കെ തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. ട്രഷറർ പ്രവീൺ ജെയിംസ്, സെക്രട്ടറിമാരായ ലീലാമ്മ ബെന്നി, വിനു ബേബി, MC ചന്ദ്രബോസ്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ CM ചാക്കോ, സണ്ണി ഉരപ്പാങ്കൽ, KK കുട്ടപ്പൻ, പ്രസന്ന ആറാണി, രഞ്ജിത്ത് രാജു, ആഷ്ലി ബാബു, സുജമ്മ തോമസ്, സണ്ണി കണിയാമുറ്റം, മോബിൻ ജോണി, KK അപ്പു, MI ലൂക്കോസ്, MS തങ്കപ്പൻ, ഇടുക്കി ജില്ലയിലെ വിവിധ താലൂക്ക് കമ്മിറ്റികളുടെ ഭാരവാഹികളായ രാജൻ ലെബക്കട, KV പ്രസാദ്, ബിനു ചാക്കോ, ഷാജി അണക്കര, PC ബിജു, ബിജു പൂവത്താനി തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിൽ ക്രമക്കേട് എന്ന് പ്രദേശവാസികളുടെ പരാതി. കാഞ്ചിയാർ കക്കാട്ടുകടയിൽ ചില സ്വകാര്യ വ്യക്തികളുടെ കെട്ടിടങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നു എന്നാണ് പ്രദേശവാസികളുടെ പരാതി. റോഡിന്റെ സംരക്ഷണ ഭിത്തി കെട്ടുന്നതിലാണ് ക്രമക്കേട്. മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ തുടക്കം മുതൽ തന്നെ നിരവധി ആരോപണങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോഴും പല ഭാഗത്തു നിന്നും നിരവധി പരാതികളും ആക്ഷേപങ്ങളുമാണ് ഉയരുന്നത്. കാഞ്ചിയാർ കക്കാട്ടുകടയിൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടം സംരക്ഷിക്കുന്നു എന്നാണ് പ്രദേശവാസികളുടെ പരാതി. റോഡിന്റെ സംരക്ഷണ ഭിത്തിക്കായി കഴിഞ്ഞ ദിവസം മണ്ണ് നീക്കം ചെയ്തിരുന്നു. എന്നാൽ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടത്തെ സംരക്ഷിക്കുന്ന രീതിയിലാണ് മണ്ണ് നീക്കിയിരിക്കുന്നത്. ഇത് റോഡിന്റെ വീതിയെയും പ്രതികൂലമായി ബാധിക്കും. പഞ്ചായത്ത് അടക്കമുള്ളവരുടെ മൗനസമ്മതത്തോടെ സ്വകാര്യ വ്യക്തിയെ സഹായിക്കുന്നതിനാണ് ഇത്തരത്തിലെ പ്രവർത്തനം നടത്തുന്നത് എന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ഇതോടെ പ്രതിഷേധവും ശക്തമാവുകയാണ്. വിഷുവള്ളിയുടെ ഒരു കാണിക്കുവഞ്ചി ഉണ്ടായിരുന്നു, അതുൾപ്പെടെ ഇവിടെ ഉണ്ടായിരുന്ന മണ്ഡപങ്ങൾ, അമ്പലത്തിൻ്റെ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇവിടുന്ന് മാറ്റി കൊടുത്തു. പക്ഷേ ഇതിനെ സംരക്ഷിക്കാനായിട്ട് റോഡിൻ്റെ അധികാരികളും അവരുടെ ഒരു അഴിമതിയുടെ ഭാഗമാണോ എന്നൊന്നും അറിയത്തില്ല. എന്നാണെങ്കിലും അവരുടെ എല്ലാ സപ്പോർട്ടോടുകൂടിയാണ് ഇത് നിലനിൽക്കുന്നത്. നിലവിൽ വരുന്നിടത്ത് ഓടയ്ക്ക് കുറുവയാണ് കാണിക്കുന്നത്. പക്ഷേ ഇവിടെ ഈ ടാരിങ്ങിനും വീതി കുറവാണ്. ടാരിങ്ങിൻ്റെ വീതി വളരെ കുറവാണ്. അത് വേണമെങ്കിൽ നമുക്കങ്ങനെ അളന്ന് വേണമെങ്കിൽ ഇപ്പോൾ നിലവിൽ കാണിച്ചു തരാം. കക്കാട്ടുകടയിൽ നിന്നും അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് തിരിയുന്ന ഭാഗത്താണ് ഇത്തരത്തിൽ സ്വകാര്യ കെട്ടിടത്തെ ഒഴിച്ചുകൊണ്ട് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത്. മുൻപ് ഈ ഭാഗത്തെ മതപരമായ നിർമ്മാണങ്ങളടക്കം റോഡ് വികസനത്തിനായി പൊളിച്ചു നീക്കിയിരുന്നു. കൂടാതെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും കെട്ടിടങ്ങളുമാണ് പൊളിച്ചു നീക്കിയത്. ഈ സാഹചര്യത്തിൽ സ്വകാര്യ വ്യക്തിക്കായി ഇത്തരത്തിലെ പ്രവർത്തനം നടത്തുന്നത് പ്രതിഷേധകരമാണെന്നും പ്രദേശവാസികൾ ഉന്നയിക്കുന്നു. സംസ്ഥാന പാതയ്ക്ക് വീതി കുറവ് ഉണ്ടാകുന്നതിനൊപ്പം അഞ്ചുരുളി വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പാതയ്ക്കും നിലവിലെ കരാറുകാരന്റെ നടപടി പ്രതിസന്ധി സൃഷ്ടിക്കും. വലിയ വാഹനങ്ങളടക്കം പാടുപെട്ട പ്രധാന റോഡിൽ നിന്നും അഞ്ചുരുളി റോഡിലേക്ക് കടക്കുന്നത്. കെട്ടിടം പൊളിക്കാതിരിക്കുന്നത് അഞ്ചുരുളിയിലേക്കുള്ള ഗതാഗതത്തിനും വിലങ്ങുതടിയാകും. നിലവിലുണ്ടായിരിക്കുന്ന ക്രമക്കേട് ബന്ധപ്പെട്ട അധികൃതരുടെ നേതൃത്വത്തിൽ പരിശോധിക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മലയോര സമരജാഥയ്ക്ക് ഉജ്ജ്വല സ്വീകരണം നൽകുമെന്ന് UDF കട്ടപ്പന മണ്ഡലം കമ്മിറ്റി. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗം AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര സമരജാഥ ഫെബ്രുവരി 1-ാം തീയതിയാണ് കട്ടപ്പനയിൽ എത്തിച്ചേരുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര സമരജാഥ ഫെബ്രുവരി 1-ാം തീയതി കട്ടപ്പനയിൽ എത്തുമ്പോൾ ഉജ്ജ്വല സ്വീകരണം നൽകാൻ UDF കട്ടപ്പന മണ്ഡലം യോഗം തീരുമാനിച്ചു. സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ഈ ജാഥയിൽ ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ ഏറ്റവും അഫക്റ്റ് ചെയ്യപ്പെടുന്ന പ്രദേശം എന്ന നിലയിലും നമ്മുടെ ഇവിടെ നടക്കുന്ന ഈ സമ്മേളനം സംസ്ഥാന അടിസ്ഥാനത്തിൽ ശ്രദ്ധിക്കപ്പെടും എന്നതാണ് കാര്യം. എന്ന് മാത്രമല്ല, വിജയിപ്പിക്കേണ്ടതിന് ആവശ്യമാണ്. CHR ഇഷ്യൂ ഏറ്റവും ലൈവാണ് നിൽക്കുന്നത് നമ്മുടെ ഈ മേഖലയിലാണ്. അത് മറ്റ് ജില്ലകളിലില്ല. പിന്നെ നിർമ്മാണ നിരോധനം ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിരിക്കുന്നത് കട്ടപ്പന മുനിസിപ്പാലിറ്റിയിലാണ്. മറ്റുള്ളിടത്തേക്ക് അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ എന്നാൽ എത്രയോ ഇരട്ടിയാണ്
ഇനിയൊരു സംശയം വേണ്ട, ഉടനെയൊന്നും കട്ടപ്പനയിൽ ആർക്കും ഇനി ഒരു കെട്ടിടത്തിനും നിർമ്മാണ അനുമതി കിട്ടത്തില്ല. ഇപ്പോൾ കെട്ടിടം കെട്ടിയ ആർക്കും ഇനി പട്ടയം കിട്ടാനും പോകുന്നില്ല. അത് വേണമെങ്കിൽ ഇപ്പോൾ പാസ്സാക്കിയ നിയമ ഭേദഗതി കൊണ്ട് കാര്യമില്ല. 61 നിയമത്തിലെ 4-ാം വകുപ്പ് ഭേദഗതി ചെയ്യണം. ഇതുവരെയുള്ളതൊക്കെ നമ്മുടെ ഭാവിയിൽ ആർക്കും കിട്ടാൻ നിർമ്മിക്കാൻ അനുമതി കിട്ടുന്നില്ല. കാരണം നിയമവിരുദ്ധമാണെന്ന് കോടതി നിഗമനത്തിലെത്തിയ കാര്യത്തിൽ അതിനെ എങ്ങനെയാണ് നിയമപരമാക്കുന്നത്? അപ്പോൾ വളരെ സങ്കീർണമാണ് പ്രശ്നം. കഴിഞ്ഞ 8 വർഷമായി മലയോര കർഷക ജനതയെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാന ഗവൺമെന്റിനുള്ള ശക്തമായ താക്കീതായി മലയോര ജാഥ മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു. പിണറായിയുടെ നേതൃത്വത്തിലുള്ള 2 ഗവൺമെന്റുകളിലും ഇടുക്കിയിൽ നിന്നും 2 മന്ത്രിമാർ ഉണ്ടായെങ്കിലും 2 പേരും ഇടുക്കിയുടെ ശാപമായി മാറുകയായിരുന്നു. ഇടുക്കിയിലെ ജനങ്ങളുടെ മേൽ കരിനിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന മന്ത്രിസഭാ യോഗങ്ങളിൽ 2 മന്ത്രിമാരും മൗനത്തിന്റെ വാൽമീകത്തിലായിരുന്നുവെന്നും EM ആഗസ്തി കൂട്ടിച്ചേർത്തു. മണ്ഡലം ചെയർമാൻ സിജു ചക്കുമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി മുഖ്യപ്രഭാഷണം നടത്തി. KPCC സെക്രട്ടറി തോമസ് രാജൻ, UDF നിയോജക മണ്ഡലം ചെയർമാൻ MK പുരുഷോത്തമൻ, നേതാക്കളായ അഡ്വക്കേറ്റ് KJ ബെന്നി, തോമസ് മൈക്കിൾ, ബീന ടോമി, മനോജ് മുരളി, ഫിലിപ്പ് മലയാറ്റ്, സിനു വാലുമേൽ, ജോയി കുടുക്കച്ചിറ, ജോസ് മൂത്തനാട്ട്, ജോയി ആനിത്തോട്ടം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മലങ്കര ഡാമിന്റെ ഭാഗമായ കോളപ്രയിൽ പുഴയിൽ വീണ വിദ്യാർത്ഥിയെ സാഹസികമായി രക്ഷപ്പെടുത്തിയ യുവാക്കളെ വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ ആദരിച്ചു. പുത്തൻപുരയ്ക്കൽ സച്ചിൻ, പെരിശ്ശേരിയിൽ PS അഖിൽ എന്നിവരാണ് കഴിഞ്ഞ ദിവസം പാലത്തിൽ നിന്നും പുഴയിലേക്ക് ചാടിയ കുട്ടിയെ രക്ഷപ്പെടുത്തിയത്. ആലക്കോട് സർവീസ് സഹകരണ ബാങ്കിന്റെ സ്നേഹാദരം പ്രസിഡന്റ് തോമസ് മാത്യു കക്കുഴി ഇരുവർക്കും കൈമാറി. കോൺഗ്രസ് ആലക്കോട് മണ്ഡലം കമ്മിറ്റിയുടെ സ്നേഹാദരവും നൽകി. ആലക്കോട് ഗ്രാമപഞ്ചായത്ത് 6-ാം വാർഡിന്റെ ആദരം ഗ്രാമപഞ്ചായത്ത് അംഗം മിനി ജെറി സമ്മാനിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബൈജു ജോർജ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CV ജോമോൻ, സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ജോമോൻ എന്നിവർ പങ്കെടുത്തു. മുട്ടം ശങ്കരപ്പള്ളി പാറേക്കാട്ടിൽ ബിൽഡിംഗ്സിൽ കഫേ ഹൈബിസ്ക്സ് എന്ന പേരിൽ ബേക്കറിയും കൂൾ ബാറും പ്രവർത്തനം ആരംഭിച്ചു. പ്രൊപ്പറേറ്റർ രഘു പാറേക്കാട്ടിലിന്റെ മാതാവ് തങ്കമ്മ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. മുട്ടം R സ്റ്റോർ ഉടമ PS രാധാകൃഷ്ണൻ ആദ്യ വിൽപ്പന നിർവഹിച്ചു. കൊടയത്തൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് KK മുരളീധരൻ, മുട്ടം മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബിജു ചിറക്കിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. നല്ല പാർക്കിംഗ് സൗകര്യവും വൃത്തിയും രുചിയുമുള്ള ശീതളപാനീയങ്ങൾ, ചെറുകടികൾ എന്നിവ ഇവിടെ ലഭ്യമാണ്. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കൊടിഞ്ഞൂർ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം മാർച്ച് 2, 3, 4 തീയതികളിൽ ഭക്തി ആദരപൂർവ്വം ആഘോഷിക്കുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. മാർച്ച് 1 ക്ഷേത്രാചാരപ്രകാരം വിവിധ ചടങ്ങുകൾ നടത്തും. വൈകിട്ട് 7 കലാനിലയം അനിൽകുമാറും ശിഷ്യന്മാരും അവതരിപ്പിക്കുന്ന സ്പെഷ്യൽ പഞ്ചാരിമേളം, തുടർന്നുള്ള ദിവസങ്ങളിൽ ചെണ്ടമേളം, വിളക്കിനെഴുന്നള്ളിപ്പ്, താലപ്പൊലി ഘോഷയാത്ര, കുടാഭിഷേകം, വിവിധ കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരിക്കും.
കേരള കോൺഗ്രസ് കറിയ തോമസ് വിഭാഗത്തിൽ നിന്നും രാജിവെച്ച് കേരള കോൺഗ്രസ് എമ്മിൽ ചേർന്ന സി ജയകൃഷ്ണനെ ഇടുക്കിയിൽ ചേർന്ന യോഗത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിച്ചൻ നീർനാക്കുന്നേൽ, കേരള കോൺഗ്രസ് നേതാക്കളായ പ്രൊഫസർ കെ ഇ ആന്റണി, റജി കുന്നങ്കോട്ട്, ജിമ്മി മരുത്തിപ്പാറ ഉൾപ്പെടെ നിരവധി നേതാക്കൾ സന്നിഹിതരായിരുന്നു. മൂലമറ്റം ബിഷപ്പ് വയലിൽ നഴ്സിംഗ് സ്കൂളിൽ ഗ്രാജുവേഷൻ സെറമണിയും ലാംപ് ലൈറ്റിംഗ് സെറമണിയും 25-ന് നടക്കുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. മുതലക്കോട് ഹോളി ഫാമിലി നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ജയൻ ജെയിംസ് ഉദ്ഘാടനം നിർവഹിക്കും. പാലാ SH കോൺഗ്രിഗേഷൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻ ഡോക്ടർ സിസ്റ്റർ മെർലിൻ അരിപ്പറമ്പിൽ SH അധ്യക്ഷത വഹിക്കും. മൂലമറ്റം ബിഷപ്പ് വയൽ നഴ്സിംഗ് സ്കൂളിലെ 28ാമത് ബാച്ചിന്റെ ഗ്രാജുവേഷൻ സെറമണിയും 32ാമത് ബാച്ചിന്റെ ലാംപ് ലൈറ്റിംഗ് സെറമണിയും 25-ന് സംഘടിപ്പിക്കും. മുതലക്കോടം ഹോളി ഫാമിലി നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ജയൻ ജെയിംസ് ഉദ്ഘാടനം ചെയ്യും. പാലാ SH കോൺഗ്രിഗേഷൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ റവറൻ ഡോക്ടർ സിസ്റ്റർ മെർലിൻ അരിപ്പറമ്പിൽ SH അധ്യക്ഷത വഹിക്കും. മൂലമറ്റം BVMC അഡ്മിനിസ്ട്രേറ്റർ റവറൻ സിസ്റ്റർ ആനീസ് കൂട്ടിയാനിയിൽ SH ലാംപ് ലൈറ്റിംഗ് സെറമണി നിർവഹിക്കും. നഴ്സിംഗ് സൂപ്രണ്ടന്റ് റവറൻ സിസ്റ്റർ സെലിൻ ഏർത്തയിൽ SH സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. 1994 ജനുവരി 1-ന് സ്ഥാപിതമായ ബിഷപ്പ് വയലിൽ നഴ്സിംഗ് സ്കൂൾ ദൈവത്തിന്റെ അഭീഷ്ടം പൂർണ്ണമായി നിറവേറ്റുക എന്ന ലക്ഷ്യത്തോടെ മുന്നേറുന്നു. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി 1000-ഓളം വിദ്യാർത്ഥിനികൾ ഈ സ്ഥാപനത്തിൽ നിന്നും പഠനം പൂർത്തിയാക്കി ലോകത്തിന്റെ വിവിധ മേഖലകളിൽ ദീർഘമായ വിധം ശുശ്രൂഷ ചെയ്യുന്നത് ചാരിതാർത്ഥ്യജനകമാണ്. 20 കുട്ടികളുമായി ആരംഭിച്ച ഈ സ്ഥാപനം ഇന്ന് 50 കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമായി വളർന്നു എന്നത് ഏറെ ചാരിതാർത്ഥ്യജനകമാണ്. ഡോക്ടർ ജയൻ ജെയിംസ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യും. അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS വിനോദ്, ഡോക്ടർ ഫാദർ തോമസ് പാറയ്ക്കൽ, ഡോക്ടർ സിസ്റ്റർ ജെസി മുങ്ങനാട്ട് എന്നിവർ ആശംസകൾ നേരും. റവറൻ ഡോക്ടർ സിസ്റ്റർ മെർലിൻ അരിപ്പറമ്പിൽ SH ഗോൾഡ് മെഡൽ നൽകും. മൂലമറ്റം BVNS പ്രിൻസിപ്പൽ റവറൻ ആൻസി കുളമാക്കൽ SH വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കും. മൂലമറ്റം BVMC സീനിയർ നഴ്സിംഗ് ട്യൂട്ടർ സിസ്റ്റർ ടെസി കടുവാക്കുഴി SH സ്വാഗതവും മൂലമറ്റം BVNS നഴ്സിംഗ് ട്യൂട്ടർ സീനമ്മ മാത്യു നന്ദിയും പറയും. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറി A+ നിറവിൽ. ഇടുക്കി ജില്ലയിലെ 250ഓളം വരുന്ന ലൈബ്രറികളിൽ A+ ഗ്രേഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ലൈബ്രറിയാണ് മുതലക്കോടം ജയ്ഹിന്ദ്. പൊതുവായ സാംസ്കാരിക പരിപാടികളോടൊപ്പം ബാലവേദി, യുവജനവേദി, വനിതാവേദി, വയോജനവേദി, സാംസ്കാരിക വേദി, കായികവേദി, അക്ഷരസേന തുടങ്ങിയ ഉപസമിതികളുടെ പ്രവർത്തനങ്ങളും വിലയിരുത്തിയാണ് ഗ്രേഡ് തീരുമാനിക്കപ്പെടുന്നത്. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ ഗ്രേഡിംഗിൽ ഏറ്റവും ഉയർന്ന ഗ്രേഡായ A+ലേക്ക് മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറിയെ സംസ്ഥാന ഗ്രഡേഷൻ കമ്മിറ്റി തിരഞ്ഞെടുത്തു. ഇടുക്കി ജില്ലയിലെ 250ഓളം വരുന്ന ലൈബ്രറികളിൽ A+ ഗ്രേഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഏക ലൈബ്രറിയും ജയ്ഹിന്ദാണ്. പൊതുവായ സാംസ്കാരിക പരിപാടികളോടൊപ്പം ബാലവേദി, യുവജനവേദി, വനിതാവേദി, വയോജനവേദി, സാംസ്കാരിക വേദി, കായികവേദി, അക്ഷരസേന തുടങ്ങിയ ഉപസമിതികളുടെ പ്രവർത്തനങ്ങളും വിലയിരുത്തിയാണ് ഗ്രേഡ് തീരുമാനിക്കപ്പെടുന്നത്. സംഗീതോപകരണങ്ങളുടെ പിന്നണിയൊരുക്കി സംഗീതാലാപനത്തിന് പ്രതിമാസം വേദിയൊരുക്കുന്ന കേരളത്തിലെ ഏക ഗ്രന്ഥശാല ജയ്ഹിന്ദാണ്. 1948-ൽ സ്വാതന്ത്ര്യ സമര സേനാനികൾ ആരംഭിച്ച ജയ്ഹിന്ദ് ലൈബ്രറി പലവട്ടം അടഞ്ഞും തുറന്നും പ്രവർത്തിച്ചിരുന്നെങ്കിലും 1990-ൽ പൂർണ്ണമായി അടഞ്ഞുപോയിരുന്നു. പിന്നീട് 6 വർഷങ്ങൾക്ക് ശേഷം KC സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ഒന്നിൽ നിന്ന് ആരംഭിച്ച പുസ്തക സ്റ്റോക്ക് ഇപ്പോൾ 15,805 ഉയർന്നു. ലൈബ്രറികളുടെ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രഡേഷൻ കമ്മിറ്റി ഗ്രേഡുകൾ തീരുമാനിക്കപ്പെടുന്നത്. 90 മാർക്കിൽ കൂടുതലുള്ള ലൈബ്രറികൾക്ക് ആണ് A+ അനുവദിക്കപ്പെട്ടത്. ഇടുക്കി ജില്ലയിൽ ഈ വർഷം ജയ്ഹിന്ദ് ലൈബ്രറിക്ക് മാത്രമാണ് A+ ഉള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലമായി കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം കലാസാംസ്കാരിക പ്രവർത്തനങ്ങളോടൊപ്പം ബാലവേദി, വനിതാവേദി, യുവജനവേദി, വയോജനവേദി, സാംസ്കാരിക വേദി, കായിക വേദി തുടങ്ങിയ ഉപസമിതികൾ ഗ്രന്ഥശാലകളിൽ പ്രവർത്തിക്കണം എന്നതിൻ്റെയും കൂടെ അടിസ്ഥാനത്തിൽ ഇവയെല്ലാം പ്രവർത്തിക്കുന്ന ലൈബ്രറികൾക്കാണ് ഗ്രഡേഷനിൽ A+ എത്താൻ കഴിയുന്നത്. പലപ്പോഴും കേരളത്തിലെ ഗ്രന്ഥശാല പ്രവർത്തകരെ സംബന്ധിച്ച് പുസ്തക വിതരണം മാത്രമായിരുന്നെങ്കിൽ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒട്ടേറെ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ചാണ് A+ എത്തുന്ന ലൈബ്രറിയിൽ പോകുന്നത്. ദിനാചരണങ്ങൾ, സംവാദങ്ങൾ, സെമിനാറുകൾ, വീട്ടുമുറ്റ പുസ്തക ചർച്ച നമ്മുടെയാണെങ്കിൽ 26 വീട്ടുമുറ്റങ്ങൾ ഇപ്പോൾ കടന്നു. അതോടൊപ്പം തന്നെ പ്രതിമാസ പാട്ടുപുര, നാടകോത്സവം, PSC കോച്ചിങ്, സ്വാന്തന പ്രവർത്തനങ്ങൾ, ശുചീകരണ പ്രവർത്തനങ്ങൾ, ജല സംരക്ഷണ പരിപാടികൾ,
ഇതെല്ലാം ഗ്രഡേഷനിൽ ബാധകമാണ്. 514 അംഗങ്ങളുമുണ്ട്. സമാധാനം, പരമേശ്വരൻ, IV ദാസ് എന്നിവരുടെ പേരിലുള്ള 2 സംസ്ഥാന അവാർഡുകളും ജില്ലാ താലൂക്ക് തലത്തിൽ 18 പുരസ്കാരങ്ങളും നേടി. 29 വർഷമായി ലൈബ്രറിയെ നയിക്കുന്ന KC സുരേന്ദ്രൻ പ്രസിഡന്റും AP കാസിൻ വൈസ് പ്രസിഡന്റും PV സജീവ് സെക്രട്ടറിയും ജോസ് തോമസ് ജോയിന്റ് സെക്രട്ടറിയുമായുള്ള കമ്മിറ്റിയാണ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുള്ളിമൂട്ടിൽ സിൽസ് ഉടമ ഔസേബ് ജോൺ പുള്ളിമൂട്ടിൽ വിട പറഞ്ഞു. 1 മാസത്തോളമായി തൊടുപുഴ സെന്റ് മേരീസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഇടുക്കി സിറ്റിംഗ് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. ചെയർമാൻ അഡ്വക്കേറ്റ് A റഷീദ് ഹർജികൾ പരിഗണിച്ചു. കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് ചെറുതോണിയിൽ സ്വീകരണം നൽകി. CSDSന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംസ്ഥാന നേതൃസംഗമം നടത്തി. CSDS സംസ്ഥാന പ്രസിഡന്റ് KK സുരേഷ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന മലയോര സമരജാഥയ്ക്ക് ഉജ്ജ്വല സ്വീകരണം നൽകുവാൻ കട്ടപ്പനയിൽ ചേർന്ന UDF മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചു. AICC അംഗം അഡ്വക്കേറ്റ് EM ആഗസ്തി യോഗം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.